നമ്മുടെ മാന്യ പ്രേക്ഷകർ നമ്മളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഈ ഭൂലോകത്ത് സ്വന്തം നാടിനെ സ്നേഹിക്കാത്ത ഒരു വർഗമുണ്ടെങ്കിൽ അത് മലയാളികൾ തന്നെയാണ്. പല പല ഉദാഹരണങ്ങൾ നമുക്കറിയാം. സ്വന്തം നാടിനെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന ഒരു വർഗം ഈ ലോകത്ത് ഒരുപക്ഷെ മലയാളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്, അതിൻ്റെ വാർത്ത ഇന്ന് വലിയ ചർച്ചാ വിഷയം. അതായത് ഫെബ്രുവരിയിലെ കഴിഞ്ഞ മാസത്തെ ചരക്ക് നീക്കത്തിലെ വിഴിഞ്ഞം തുറമുഖം, ദ പോർട്ട് ഓഫ് ട്രിവാൻഡ്രം അറ്റ് വിഴിഞ്ഞം, ഇന്ത്യയിലെ 15 തുറമുഖങ്ങളിൽ നമ്പർ 1 ആയി മാറി എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റ്. അത് വാർത്തയായി ചർച്ചയാവുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുക. ആദ്യം ഫെബ്രുവരിയിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനൽ കൈകാര്യം ചെയ്തത് 40 കപ്പലുകളിൽ നിന്ന് 78,833 TEU ചരക്കാണ്. ഇതോടെ ഇന്ത്യയിലെ തെക്കു കിഴക്കൻ മേഖലകളിലെ 15 തുറമുഖങ്ങളിൽ വിഴിഞ്ഞം ഒന്നാമത് ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട്. ട്രയൽ റൺ തുടങ്ങി 8 മാസവും കൊമേഴ്സ്യൽ ഓപ്പറേഷൻ തുടങ്ങി 3 മാസവും മാത്രം പിന്നിട്ടപ്പോഴാണ് ഈ നേട്ടം കൈവരിച്ചത്. വിഴിഞ്ഞത്ത് ഇതുവരെ 193 കപ്പലുകളിൽ നിന്നായി 3.83 ലക്ഷം TEU ചരക്ക് കൈകാര്യം ചെയ്തു. കണ്ടെയ്നർ നികുതി ഇനത്തിൽ ലഭിച്ചത് 37 കോടിക്ക് മുകളിലും വരുമാനം. 2028 സമ്പൂർണ്ണ തുറമുഖമായി വിഴിഞ്ഞം മാറും. 2, 3, 4 ഘട്ടം പണികൾ. അതിനിപ്പോഴും കേന്ദ്രാനുമതി കിട്ടിയിട്ടില്ല, മനസ്സിലാക്കണം. വെള്ളിയാഴ്ച മുതൽ വിഴിഞ്ഞത്ത് നിന്ന് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ജേഡ് സർവീസ് ആരംഭിക്കുകയാണ്. ഒരു വലിയ നേട്ടമാണ്. MSC മിയ എന്ന 400 മീറ്റർ നീളമുള്ള കൂറ്റൻ കപ്പലാണ് ആദ്യ സർവീസായിട്ട് വിഴിഞ്ഞത്ത് നങ്കൂരമിടുന്നത്, ബർത്ത് ചെയ്യുന്നത്. ഇതോടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നേരിട്ട് ചരക്കുകൾ കൊണ്ടുപോകാൻ കഴിയും. ആദ്യമാണ് ജേഡ് സർവീസ് ഇന്ത്യൻ തുറമുഖത്ത് നിന്ന് തുടങ്ങുന്നത്. ശ്രദ്ധിക്കുക, MSC ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSCയുടെ ജേഡ് സർവീസ്, അവരുടെ ക്ലാസ് സർവീസാണത്. അത് ഇന്ത്യയിൽ ആദ്യം ആരംഭിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്ത് നിന്നാണ്. ആലോചിക്കണം. മദർഷിപ്പ് ആയതിനാൽ ഇന്ത്യൻ വ്യാപാരികൾക്ക് മികച്ച അവസരമാണ്. ഈ വിഴിഞ്ഞം ആരാ ഉണ്ടാക്കിയത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് ആവർത്തിക്കുന്നില്ല. ഇത് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു എന്ന ചോദ്യം കേന്ദ്രത്തെ സപ്പോർട്ട് ചെയ്യും, മോദി സർക്കാരിനെ. കേരളം ചെയ്തതൊന്നും സംസാര വിഷയമല്ല, ചർച്ചാ വിഷയമല്ല. ഒരു ചാനലിനും ഒരു അന്തിച്ചർച്ചയ്ക്കും ഒരു യൂട്യൂബർക്കും ഇതൊന്നും ചർച്ചയല്ല. കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് പിണറായി 1ാം സർക്കാർ, പിണറായി 2ാം സർക്കാർ ഈ കേരളത്തിലുണ്ടാക്കിയ വികസനം, കേരള ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത വികസനം ഇവിടെ ഉണ്ടാക്കി കാണിച്ചു തന്നില്ലേ? മലയാളികളോട് ഞങ്ങൾ ചോദിക്കുകയാണ്, നമ്മുടെ പ്രേക്ഷകരോടും. ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, കേരളം മുഴുവൻ മംഗലൂരു വരെ, അതേപോലെ ഹൈടെൻഷൻ പവർ സപ്ലൈ, വൈദ്യുതി രംഗത്തുണ്ടായ മാറ്റം, അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റി, എല്ലാവർക്കും വീട്, അതുപോലെ മികച്ച സ്കൂളുകൾ, സ്മാർട്ട് സ്കൂളുകൾ, മികച്ച ആരോഗ്യ കേന്ദ്രങ്ങൾ, സർക്കാർ ആശുപത്രികൾ. ഓരോ ആശുപത്രിയിൽ പോയാൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് അവിടെയുള്ളത്. 8.5 വർഷം കൊണ്ട് ഇതെല്ലാം ഇവിടെ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എന്നാലും പിണറായി സർക്കാരിനെ മാറ്റണം. ഇതൊരു ദേശവിരുദ്ധ സർക്കാരാണ്. ഇതാണല്ലോ ഇപ്പോഴത്തെ അജണ്ട. ഇതാണല്ലോ, മാറ്റിയേ പറ്റുള്ളൂ. അതിന് അവസാനത്തെ തുറുപ്പിച്ചിട്ടായിട്ടാണ് ശശി തരൂരിനെ പറ്റി ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോ. ലീഗാണ് സമ്മർദ്ദം. മുസ്ലിം ലീഗിന് അധികാരമില്ലാതെ കുഞ്ഞാലിക്കുട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, പാണക്കാട് തങ്ങൾക്കും പറ്റത്തില്ല. അധികാരം തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ. അധികാരമില്ലാതെ ജീവിക്കാൻ വയ്യ എന്നുള്ള അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് എത്തി. അതുകൊണ്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിക്ക് മുന്നറിയിപ്പ് ലീഗ് കൊടുത്തിരിക്കുന്നത്. തരൂരിനെ മുന്നിൽ നിർത്തൂ, എങ്കിലേ ജയിക്കാൻ കഴിയൂ. ഞങ്ങൾ ഇന്നലെ ചെയ്ത വീഡിയോയുടെ പൊരുൾ അതാണ്. അത് മുഴുവൻ ഞങ്ങൾ ഇന്നലെ പറഞ്ഞില്ല. പക്ഷേ വിയർക്കും. പക്ഷെ മലയാളിയുടെ സ്വഭാവം ഉണ്ടല്ലോ,
എന്തൊക്കെ ഗുണം ചെയ്താലും തള്ളിപ്പറയുക. അതുകൊണ്ടാണ് ഞങ്ങൾ പിണറായി സർക്കാരിൻ്റെ ഈ കാര്യം പറയുന്നത്. കേന്ദ്രം എന്ത് ചെയ്തു, മോദി സർക്കാർ എന്ത് ചെയ്തു? ഈ സ്വാതന്ത്ര്യാനന്തര കാലത്ത് 47 മുതൽ ഇങ്ങോട്ട് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഭരിച്ചു, നെഹ്റു മുതൽ ഇങ്ങോട്ട്. ഇപ്പം BJP ഇപ്പം 2-3 ടൈം ഇപ്പം ഭരിക്കുന്നു, 3-ാം ടൈം ഭരിക്കുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രി. നമ്മളൊരു ചരിത്രം ഓർക്കുന്നത് നല്ലതാണ്. അത് പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മുടെ രാജ്യം, പഴയ ഇന്ത്യ അല്ല ഭാരതം, അവിടെ സമുദ്രഗുപ്തൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു ഗുപ്ത സാമ്രാജ്യത്തിൽ. മൗര്യ സാമ്രാജ്യം, പിന്നെ ഗുപ്ത സാമ്രാജ്യം. സമുദ്രഗുപ്തൻ ചന്ദ്രഗുപ്തൻ്റെ ഒന്നാമൻ്റെ മക്കളിൽ ഒരാൾ. അങ്ങനെ ചന്ദ്രഗുപ്തൻ്റെ മരണശേഷം സമുദ്രഗുപ്തൻ അധികാരത്തിലെത്തുന്നു. അതായത് 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ വർഷം, അതായത് 335-380 AD എന്ന് പറഞ്ഞാൽ 4-ാം നൂറ്റാണ്ട്. ഇന്നിപ്പോൾ നമ്മൾ എത്ര നൂറ്റാണ്ടാണെന്ന് അറിയാമല്ലോ. ഇത്രയും ആ കാലത്ത് ഇന്ത്യ ഭരിച്ച സമുദ്രഗുപ്തനെ വിശേഷിപ്പിച്ചിരുന്നത് ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ കരസേന മാത്രമല്ല, നാവികസേന, കടൽ സൈന്യത്തിൽ തന്നെ ലോകത്ത് ഏറ്റവും മികച്ച സൈന്യം ഉണ്ടാക്കിയ ആളായിരുന്നു സമുദ്രഗുപ്തൻ. അദ്ദേഹം കീഴടക്കി അങ്ങ് തമിഴ്നാട് തീരം വരെ കീഴടക്കി. ആന്ധ്ര, ഇപ്പോഴത്തെ തെലങ്കാന, തമിഴ്നാട്, കേരളത്തിൽ മാത്രം വന്നിട്ടില്ല. അങ്ങനെ ഈ 4-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ മാരിടൈം പവറായിരുന്നു, സമുദ്ര ശക്തിയായിരുന്നു ഇന്ത്യ. ഇപ്പം എവിടെ ഇന്ത്യ? ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസത്തെ ലോകത്തെ കപ്പൽ ഗതാഗത വ്യവസായത്തിൻ്റെ 1% പോലും ഇപ്പം ഇന്ത്യക്കില്ല. ഒരു കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ചതാണ് ലോകത്തെ നാവിക, പിന്നെ അത് സൈന്യമായാലും കച്ചവടമായാലും. എന്തേ കൈമോശം വന്നു പോയത്? ആരാ ഉത്തരവാദി? പിണറായി വിജയനാണോ? LDF ആണോ? 47 സ്വാതന്ത്ര്യം കിട്ടി, പിന്നെ കുറെ കാലം കോൺഗ്രസ് ഭരിച്ചു, ഇപ്പം BJP ഭരിക്കുന്നു. അപ്പം ഇപ്പം ഇത് തിരിച്ചു പിടിക്കാനുള്ള മാരിടൈം വിഷൻ 2020 കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞല്ലോ. നല്ലത്, നമ്മളതിനെ പൊഴുത്തി പറയും നല്ലത്. പക്ഷേ എളുപ്പമല്ല, തിരിച്ചു പിടിക്കൽ എളുപ്പമായി. കാരണം വിഴിഞ്ഞത്തോട് കാണിക്കുന്ന അവഗണന. പൂവാറിൽ കപ്പൽശാല വരില്ല എന്ന് ഞങ്ങൾ പറഞ്ഞ ഇതുകൊണ്ടാണ്. സ്വന്തം നാട് നന്നാവാന്, അത് വികസിക്കാന് എല്ലാവരും ഒരുമിച്ച് നിൽക്കട്ടെ. ഇപ്പം മലയാളിയുടെ സ്വഭാവം എന്താണ്? സ്വന്തം നാടിനെ കുറ്റം പറയുക, എന്നിട്ട് മറ്റുള്ളവരെ പുകഴ്ത്തും. മോദിയെ പുകഴ്ത്തും, അല്ലെ മറ്റുള്ളവരെ പുകഴ്ത്തും. കേരളത്തിലൊരു കുന്തവും നടക്കുന്നില്ല. കേരളത്തിൽ നടന്ന കാര്യമാണ് പറയുന്നത്. കേരള വികസന ചരിത്രത്തിലെ ഏറ്റവും വലിയ കാലഘട്ടമാണ് ഈ കഴിഞ്ഞ 9-8.5 വർഷം. ഇത്രയും വികസനം ഒരു കാലത്തും കേരളത്തിൽ ഉണ്ടായിട്ടില്ല പിണറായി വിജയൻ സർക്കാർ ഭരിച്ച സമയത്ത്. ഇനി വിഴിഞ്ഞ മുമ്പേ വന്നതിന് ഞങ്ങൾ മുന്നൊരു വീഡിയോ പറഞ്ഞതാണ്. ആര്? VS അച്യുതാനന്ദൻ സർക്കാർ ഭരിച്ച സമയത്ത് തന്നെ വിഴിഞ്ഞം വരുമായിരുന്നു. അതിന് അള്ളുവെച്ചത് ആരാണ്? സൂം ഡെവലപ്പേഴ്സ്. അത് ചൈനീസ് ബന്ധമുള്ള കമ്പനിയാണ്, അതുകൊണ്ട് പാടില്ല. പിന്നെ അദാനിയെ ഉമ്മൻചാണ്ടി സർക്കാർ. അദാനി ഇപ്പം ഈ നട്ടും ബോൾട്ടും ഉൾപ്പെടെ എല്ലാം എവിടുന്നാണ് കൊണ്ടുവന്നത്? ചൈനയിൽ നിന്ന്, ഷാങ്ഹായിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് കേരളത്തിൻ്റെ പിന്തുണയോടെ. ഇതെല്ലാം മറന്നിട്ട് കുറ്റം പറയുക മലയാളിയുടെ പൊതു സ്വഭാവമാണ്. അത് മാറ്റാതെ ഈ നാട് രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി, ഈ സമുദ്രഗുപ്തൻ വെറും യുദ്ധവീരനൊന്നും ആയിരുന്നില്ല. അദ്ദേഹം നല്ല ശ്രേഷ്ഠ കവിയായിരുന്നു, സംഗീതജ്ഞനായിരുന്നു. ഒരു ഭരണാധികാരി എങ്ങനെ നല്ല ഭരണാധികാരി ആകണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു സമുദ്രഗുപ്തൻ, ഗുപ്ത സാമ്രാജ്യത്തിലെ സമുദ്രഗുപ്തൻ. അദ്ദേഹം പണ്ഡിതനായിരുന്നു, കവിശ്രേഷ്ഠനായിരുന്നു, അന്യ മതങ്ങളെ മാനിച്ചു. അയാൾ ഹിന്ദു ആയിരുന്നു. ഇപ്പം ഈ പറയുന്നത് കേൾക്കണം നമ്മൾ ഓരോരുത്തരും. ഇപ്പോൾ ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ ഹിന്ദുത്വ അജണ്ട കൊണ്ട് നടക്കുകയല്ലേ ഇവിടെ ഒരു സർക്കാർ, കേന്ദ്ര സർക്കാർ. സമുദ്രഗുപ്തൻ ഹിന്ദു ആയിരുന്നു, പക്ഷേ അദ്ദേഹം ബുദ്ധമതത്തിന് എല്ലാ പിന്തുണയും നൽകി. അക്കാലത്ത് 4-ാം നൂറ്റാണ്ടില് നമ്മൾ എല്ലാ വിശ്വാസങ്ങളെയും അംഗീകരിക്കണം. എന്നിട്ട് ഇപ്പം എന്താ കേന്ദ്ര സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഹിന്ദുത്വ. മതസഹിഷ്ണുത ഇവിടെ ഇല്ലാതായില്ലേ? അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇതൊക്കെ
ഒരു വലിയ വിഷയമാണ്. മലയാളിക്ക് സ്വന്തം നാടിനോട് സ്നേഹമില്ല. ഇത് മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ്. അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് നമ്മുടെ പ്രേക്ഷകർ ദയവ് ഇത് ക്ഷമിക്കുക. ഇത് പറയാതെ നിവർത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതാണ്.